കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനമാണ് പറയാനുള്ളത്. തൊഴുതപ്പോൾ ആ നിർമ്മാല്യ ദർശനം തൊഴാൻ വേണ്ടി എന്തൊരു തിരക്കാണെന്നറിയോ, നല്ല തിരക്കാണെന്ന്. ഇന്നിപ്പോൾ രണ്ടാം ശനിയാഴ്ചയാണ്, അതിൻ്റെ തിരക്കാണ്. ധാരാളം VVIP പാസും പിന്നെ 1000 രൂപയുടെ ടിക്കറ്റും അതുപോലെ ജനറൽ ക്യൂ എല്ലാം കൂടി നല്ല തിരക്ക്. നാഴികമണി 3 അടിച്ച സമയത്ത് കിഴക്കേ നടയിലെ വലിയ ഗോപുരവാതിൽ തുറന്നു അകത്തേക്ക് പ്രവേശിച്ചു. എന്ത് തിരക്കാണ്! ആ ഓട്ടം കണ്ടാൽ തന്നെ എന്തൊരോട്ടാണെന്നറിയോ. ആദ്യം ഞാൻ കാണണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഓരോ ഭക്തരും ഓടി ഓടി നേരെ അങ്ങോട്ട് കൊടിമരം വഴിയുള്ള ആ ഓട്ടം. അത് കഴിഞ്ഞ് അങ്ങനെ വാതിൽപ്പടിയൊക്കെ കയറി ഭഗവാന്റെ അവിടേക്ക് ഇങ്ങനെ സോപാനപ്പടിയിലേക്ക് തന്നെ. ആകെ ഈ നിർമ്മാല്യ സമയത്ത് മാത്രമാണ്, ഇപ്പോൾ 3:08 3:45 വരെ ഉള്ള സമയത്ത് മാത്രമാണ് സോപാനപ്പടിയിലൂടെയുള്ള ദർശനം ലഭിക്കുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവരും അങ്ങനെ ഓടി വന്ന് ഗുരുവായൂരപ്പനെ കാണുകയാണ്. അപ്പോൾ 3 മണി 3:01 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ അവിടെ എത്തും. ഓടിയെത്തുന്ന ആളുകൾ. അങ്ങനെ നമ്മളെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഇന്നലത്തെ ആ ഊഞ്ഞാലിലാടുന്ന ഉണ്ണി ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചും കൊണ്ട് നിൽക്കുക. ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ രാത്രിയൊക്കെ നമ്മളൊക്കെ കിടന്ന് ഉറങ്ങിയത്, അതായത് നമ്മളൊക്കെ ദർശനം കഴിഞ്ഞ് ഭഗവാനെ, അതായത് തൃപ്പുകയൊക്കെ കഴിഞ്ഞ് കിടത്തി ഉറക്കിയതിന് ശേഷം ദേവകൾ പൂജിക്കുന്നു എന്നാണല്ലോ വിശ്വാസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന നമ്മൾ കാണുമ്പോൾ ഈ പുലർക്കാലത്ത് നിർമ്മാല്യ ദർശനം നമുക്ക് ഏറ്റവും ഹൃദ്യമാണ്, ഏറ്റവും പുണ്യവുമാണ് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിന്നാൽ എന്ത് സുഖമാണെന്നറിയോ മനസ്സിനൊക്കെ. അപ്പോൾ അങ്ങനെ ധാരാളം ഭക്തർ. അപ്പോൾ നമുക്ക് ആ ഉണ്ണീനെ എങ്ങനെ കാണാം, ഊഞ്ഞാലാടുന്ന ഉണ്ണീനെ എങ്ങനെ കാണുന്നു, കയ്യിൽ വെണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാണുന്നത് ഒരു ഏകദേശം 3:10 വരെ ആ ഒരു കാഴ്ച കാണാം. അങ്ങനെ അതിന് ശേഷം ഓരോ ഭാഗങ്ങളിൽ, അതായത് ഓരോ മാലകളായിട്ട് എടുത്ത് അഴിച്ചു മാറ്റി, അതിന് ശേഷം കളഭമൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി. ആ കളഭങ്ങളാണ് ഇനിയിപ്പോൾ ഇന്നത്തെ, അതായത് ഇന്നലത്തെ വഴിപാടാക്കിയ പ്രസാദത്തിന് കൊടുക്കുന്നത്. 1 ഉരുള 1/2 ഉരുള എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ അണിയിച്ച കളഭം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ വന്നിങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ തിരുസ്വരൂപം നമുക്ക് കാണുകയാണ്. നല്ല അഞ്ജനക്കല്ലിൻ്റെ ഉള്ള ആ ഒരു കാഴ്ച. അത് കഴിഞ്ഞ് തൈലാഭിഷേകത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. ഒതിക്കന്മാരും കീഴ്ശാന്തിമാരും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഭഗവാനെ ഇങ്ങനെ തൈലം കൊണ്ട് അഭിഷേകിക്കണം. അത് കഴിഞ്ഞ് വാകച്ചാർത്ത്, വളരെ പ്രസിദ്ധമായ ആ നെന്മിനി വാകപ്പൊടി കൊണ്ട് ഭഗവാന്റെ ദേഹത്തൊക്കെ അങ്ങനെ ചാർത്തുന്നു. വാകച്ചാർത്തിന് ശേഷം വീണ്ടും എല്ലാം അത് ബ്രഷ് കൊണ്ടിങ്ങനെ കഴുകിയെടുക്കുന്നു, ഭഗവാനെ കുളിപ്പിക്കുന്നു. അതാണ് ആ വാകച്ചാർത്ത്. അത് ഏകദേശം ഒരു 3:15 3:20 സമയത്ത്. അതും അതിമനോഹരമായ കാഴ്ചയാണ്. ആളുകളെ നിർമ്മാല്യം കാണുക എന്നുള്ളതിനപ്പുറം വാകച്ചാർത്ത് കാണുക എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഒരുവിധ ആളുകളൊക്കെ, ഭക്തരൊക്കെ വന്ന് ശ്രീലകത്തേക്ക് നോക്കുന്നത്. അങ്ങനെ ആ വാകച്ചാർത്ത് കൂടി കാണുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി എന്നുള്ളതാണ്. ആ വാകച്ചാർത്ത് കഴിഞ്ഞതിൻ്റെയൊക്കെ ആണ് നമുക്ക് പ്രസാദമായിട്ട് അതായത് തീർത്ഥമായിട്ട് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് വാകച്ചാർത്ത് കഴിഞ്ഞ് അതിൻ്റെ ഭഗവാനെ കുളിപ്പിച്ചിട്ടുള്ള ആ പുണ്യാഹം, അതായത് അത്രയും പുണ്യം ചെയ്ത ആ ഒരു ഭഗവാന്റെ തിരുമയിലൂടെ ഒലിച്ചിറങ്ങിയ ഒരു പവിത്രമായ ആ ജലത്തെ, ഗംഗാ നദിയോളം പവിത്രതയുള്ള ആ ജലത്തെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓവിലൂടെ ഒഴുകും. അതിനപ്പുറം ഒരുപാട് പേര് അവിടെ ഓവിൻ്റെ അവിടെ നിന്ന് വാങ്ങുന്നു. അങ്ങനെ അതിനപ്പുറം പ്രസാദ കൗണ്ടറിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ചന്ദനവും തീർത്ഥമൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ശംഖാഭിഷേകവും
സഹസ്രാഭിഷേകമൊക്കെ ആയിട്ട് സപ്തശുദ്ധി അഭിഷേകമൊക്കെ ആയിട്ട് അങ്ങനെ വളരെ കേമമായിട്ടുള്ള അഭിഷേകങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ മലർ നിവേദ്യത്തിന് അടയ്ക്കുകയാണ്. ഇന്ന് അതിലേറെ വിശേഷം എന്താ വെച്ചാൽ ഏകദേശം ഒരു 3:07 3:10 പെരുമഴയാണ്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ എല്ലാവർക്കും ശുദ്ധിയായിട്ടാണെന്ന് പറഞ്ഞ മാതിരി നല്ല മഴ. ഇപ്പോൾ തീരുന്നേ ഉള്ളൂ മഴ. അപ്പോൾ അത്രയ്ക്കും വിശേഷമാണെന്നർത്ഥം. അങ്ങനെ ഭഗവാന്റെ ആ നിർമ്മാല്യ ദർശനം കാണുക എന്ന് പറഞ്ഞാൽ വളരെ സുഹൃത്താണ്. അപ്പോൾ അത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരിലേക്കും ആ നിർമ്മാല്യ ദർശനം കൂടി എത്തട്ടെ. എല്ലാവരും തൊഴുതോളൂ, കേട്ട് തൊഴുതോളൂ കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ നിർമ്മാല്യ ദർശനം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.